ആദാമിന് ഹവ്വയ്ക്കു മുൻപൊരു ഭാര്യ ഉണ്ടായിരുന്നോ? ലിലിത്ത് എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താ വരുന്നത്? ഒരുപക്ഷേ ഏദൻ തോട്ടം ഉപേക്ഷിച്ചു പോയൊരു ധീരയായ സ്ത്രീ, സ്വാതന്ത്ര്യത്തിന്റെയൊക്കെ ഒരു പ്രതീകം. പക്ഷേ ബൈബിള് തുറന്നു നോക്കിയാൽ ലിലിത്തിനെ കാണാനാവില്ല. അപ്പോ എവിടെ നിന്നാണ് ഈ കഥ വന്നത്? നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന ഏദന്റെ നിഴൽ, ബൈബിളിലെ സത്യവും ലിലിത്തിന്റെ ഐതിഹ്യവും എന്ന പഠനം ഈ വിഷയത്തിലേക്ക് ശരിക്കും ആഴത്തിലിറങ്ങി ചെല്ലുന്നുണ്ടല്ലേ? തീർച്ചയായും. നിങ്ങൾ പറഞ്ഞ ഈ പഠനം ഒരു പ്രത്യേക ക്രിസ്തീയ ദൈവശാസ്ത്ര കാഴ്ചപ്പാടാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പലപ്പോഴും ആളുകൾക്കൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നൊരു ഭാഗമുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ. 1ഉം 2ഉം അധ്യായങ്ങൾ മനുഷ്യന്റെ സൃഷ്ടിയെപ്പറ്റി അവിടെ 2 തവണ പറയുന്നത് പോലെ തോന്നും. ആ തോന്നലിൽ നിന്നാണ് ശരിക്കും ലിലിത്ത് എന്ന കഥയ്ക്കൊരു ചിറകുമുളച്ചത്. അതെ അതെ, നമുക്കവിടെ തന്നെ തുടങ്ങാം. കാരണം ഉൽപ്പത്തിയുടെ ആദ്യത്തെ 2 അധ്യായങ്ങൾ അടുപ്പിച്ചു വായിക്കുമ്പോൾ ഇത് 2 വ്യത്യസ്ത കഥകളല്ലേ എന്നാർക്കും തോന്നിപ്പോകും. 1-ാം അധ്യായത്തിൽ പറയുന്ന പോലെയല്ല 2-ാം അധ്യായത്തിലേക്ക് കാര്യങ്ങൾ. അതൊരു വൈരുദ്ധ്യമല്ലേ? ആ ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം അവിടെയാണ് ഈ ഐതിഹ്യത്തിന്റെ ഒരു ബീജം കിടക്കുന്നത്. ഉൽപ്പത്തി 1-ാം അധ്യായം 27-ാം വാക്യം പറയുന്നത്, ദൈവം തന്റെ ശായലിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു എന്നാണ്. വളരെ ക്ലിയറാണ്. പുരുഷനും സ്ത്രീയും ഒരേ സമയം ഒരേ പദവിയിൽ, തുല്യരായി. അതെ, തുല്യരായി ദൈവത്തിന്റെ ശായലിൽ ഒരുമിച്ചുള്ളൊരു ഉത്തരവാദിത്വത്തിനാണ് അവിടെ ഊന്നൽ. ശരിയാണ്. അതൊരു വലിയ ക്യാൻവാസിൽ വരച്ചൊരു ചിത്രം പോലെ. പക്ഷെ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ക്യാമറ ഒന്ന് സൂമിൻ ചെയ്യുന്നതുപോലെയാണ് എനിക്ക് തോന്നിയത്. അവിടെ കഥാപാത്രങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം വരുന്നു. ആദം തനിച്ചാവുന്നു, അവനൊരു തുണയാവശ്യമായി വരുന്നു. വളരെ ശരിയാണ്. 2ാമത്തെ വിവരണം കൂടുതൽ പേഴ്സണലാണ്, ഒരു ബന്ധങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ദൈവം ആദ്യം ആദാമിനെ മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തുന്നു, ഏദൻ തോട്ടത്തിലാക്കുന്നു. പിന്നെ അവന്റെ ഏകാന്തത കണ്ടറിഞ്ഞ് അവനൊരു തക്ക തുണയെ കൊടുക്കാൻ തീരുമാനിക്കുന്നു. അതിനുവേണ്ടി അവന്റെ വാരിയലിൽ നിന്ന് ഹവ്വയെ രൂപപ്പെടുത്തുന്നു. ആ വാരിയലെന്ന പ്രയോഗത്തിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഉണ്ട്. ഈ പഠനം എടുത്തു പറയുന്ന ഒരു പ്രതീകാത്മകമായ കാര്യമുണ്ട്. അത് ശരിക്കും വളരെ മനോഹരമാണ്. അതെന്താണ്? അതായത്, അവനെ ഭരിക്കാനായി തലയിൽ നിന്നോ അല്ലെങ്കിൽ അവനാൽ ചവിട്ടിമെതിക്കപ്പെടാനായി കാൽക്കൽ നിന്നോ അല്ല ദൈവം സ്ത്രീയെ ഉണ്ടാക്കിയത്. മറിച്ച് അവന്റെ വശത്തുനിന്ന് ഒരു തുല്യ പങ്കാളിയായി ഹൃദയത്തോട് ചേർന്ന് നിൽക്കാൻ. ഓക്കേ, അത് ഐക്യത്തെ സൂചിപ്പിക്കുന്നു. അതെ, ഒരു പരസ്പര പൂരകമായ ബന്ധത്തെ. അപ്പോ നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ, ഈ ദൈവശാസ്ത്ര കാഴ്ചപ്പാടിൽ ഇവ വൈരുദ്ധ്യങ്ങളല്ല. ഒന്ന് സൃഷ്ടിയുടെ ഒരു കോസ്മിക് വ്യൂ, ഒരു പ്രപഞ്ചപരമായ കാഴ്ച. ശരി. രണ്ടാമത്തത് മനുഷ്യബന്ധത്തിന്റെ ആഴത്തിലുള്ള ഒരു റിലേഷണൽ വ്യൂ. ഒരേ സംഭവത്തിന്റെ 2 വ്യത്യസ്ത ക്യാമറ ആംഗിളുകൾ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു വിശദീകരണം കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാക്കുന്നുണ്ട്. അതായത് 2 സൃഷ്ടികളോ 2 സ്ത്രീകളോ ഉണ്ടായി എന്നല്ല, ഒരേ സൃഷ്ടിയെ 2 തലത്തിൽ നിന്ന് നോക്കിക്കാണുന്നു. ശരി. അങ്ങനെയെങ്കിൽ ബൈബിളിലെ 2 വിവരണങ്ങളും ഒരേ കഥയുടെ ഭാഗങ്ങളാണെങ്കിൽ പിന്നെ ഈ ലിലിത്ത് എന്ന ആശയം തന്നെ എങ്ങനെയുണ്ടായി? കാരണം ഈ കഥ കേൾക്കാത്തവർ വളരെ കുറവായിരിക്കും. ബൈബിളിൽ ഇല്ലെങ്കിൽ പിന്നെ ഇതിന്റെ ഉറവിടം എവിടെയാണ്? ഇവിടെയാണ് ശരിക്കും കാര്യങ്ങൾ രസകരമാവുന്നത്. ആദാമിന്റെ ആദ്യ ഭാര്യയായിട്ട് ലിലിത്ത് എന്ന പേര് ബൈബിളിന്റെ ഒരു ഭാഗത്തുമില്ല. ഈ കഥാപാത്രം ആദ്യമായിട്ട് വ്യക്തമായി വരുന്നത് മധ്യകാലഘട്ടത്തിലെ യഹൂദ നാടോടി കഥകളിലാണ്. ഓക്കെ. കൃത്യമായി പറഞ്ഞാൽ 8-ാം നൂറ്റാണ്ടിനും 10-ാം നൂറ്റാണ്ടിനും ഇടയിൽ എഴുതപ്പെട്ട ബെൻ സിറയുടെ അക്ഷരമാല എന്നൊരു ഗ്രന്ഥമുണ്ട്. ബെൻ സിറയുടെ അക്ഷരമാല? അതെ, അതൊരു ആക്ഷേപഹാസ്യ ഗ്രന്ഥമാണ്. അതിലാണ് ലിലിത്തിന്റെ കഥ നമ്മൾ ഇന്ന് കേൾക്കുന്ന രൂപത്തിൽ ആദ്യമായി വരുന്നത്. ഒരു മിനിറ്റ്, ആക്ഷേപഹാസ്യ ഗ്രന്ഥം എന്നോ? അപ്പോ ഇതൊരു ഗൗരവമായ ദൈവശാസ്ത്ര വ്യാഖ്യാനമല്ല? അല്ല. ഒരുതരം നാടോടി കഥാ സമാഹാരമാണെന്നാണോ പറയുന്നത്? അത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. അതെ, തീർച്ചയായും. അത് ബൈബിളിന്റെ ഒരു വ്യാഖ്യാനം പോലെയല്ല. കുറച്ചുകൂടി നാടോടി രീതിയിലുള്ള ആക്ഷേപഹാസ്യമൊക്കെ ഉള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ അതിലെ കഥയെ ഒരു ഗൗരവമായ ദൈവശാസ്ത്രമായിട്ടല്ല അന്നത്തെ പണ്ഡിതന്മാർ കണ്ടിരുന്നത്. പക്ഷേ ആ കഥയ്ക്ക് ഭയങ്കരമായ പ്രചാരം കിട്ടി. മനസ്സിലായി. ഉൽപ്പത്തിയിലെ ആ 2 വിവരണങ്ങൾക്കിടയിൽ ഒരു വിടവുണ്ട് എന്ന് തോന്നിയവർക്ക് ആ വിടവ് നികത്താൻ ഈ കഥാപാത്രം സഹായകമായി. അതെ. പക്ഷേ ഈ വിടവ് നികത്താൻ അവർക്ക് എവിടെന്നെങ്കിലും ഒരു ആശയം കിട്ടണമല്ലോ. വെറുതെ ഒരു സ്ത്രീയെ സങ്കല്പിക്കുകയല്ലല്ലോ ചെയ്തത്. ലിലിത്ത് എന്ന പേരിന് അതിനു മുൻപ് ചരിത്രമുണ്ടോ? തീർച്ചയായുമുണ്ട്.
ഈ ഐതിഹ്യം അതിന്റെ വേരുകൾ കണ്ടെത്തുന്നത് പുരാതന മെസോപ്പൊട്ടേമിയൻ വിശ്വാസങ്ങളിലാണ്. മെസോപ്പൊട്ടേമിയൻ? അതെ, ബാബിലോണിയൻ, അസീരിയൻ പുരാണങ്ങളിൽ ലിലിദു എന്നു പേരായ ചില നിശാചാരികളായ ദുരാത്മാക്കളെക്കുറിച്ച് പറയുന്നുണ്ട്. രാത്രിയിൽ സഞ്ചരിക്കുന്ന, പുരുഷന്മാരെ വശീകരിക്കുന്ന, ശിശുക്കൾക്ക് ആപത്ത് വരുത്തുന്ന ഒരുതരം യക്ഷിസങ്കല്പം. ഓഹോ. അക്കാലത്ത് ശിശുമരണങ്ങൾ പോലുള്ള ദുരന്തങ്ങൾക്ക് ഒരു വിശദീകരണം നൽകാൻ ഇത്തരം കഥകൾ സഹായിച്ചിരുന്നു. ഈ പഴയ സങ്കല്പമാണ് പിന്നീട് യഹൂദ നാടോടിക്കഥകളിലേക്ക് കടന്നുവന്ന് ആദാമിന്റെ ആദ്യ ഭാര്യ എന്ന രൂപം പ്രാപിച്ചത്. അപ്പോ ആ ബെൻസിറയുടെ അക്ഷരമാലയിൽ പറയുന്ന നാടോടിക്കഥയിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ലിലിത്ത് എങ്ങനെയാണ് ഏദൻ വിട്ടുപോകുന്നത്? ആ ഐതിഹ്യമനുസരിച്ച് 1-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ ആദാമിനെയും ലിലിത്തിനെയും ഒരേ മണ്ണിൽ നിന്നാണ് ദൈവം സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ താൻ ആദാമിന് തുല്യമാണെന്ന് ലിലിത്ത് വാദിച്ചു. ഓക്കേ. അവൾക്ക് കീഴടങ്ങിക്കിടക്കാൻ അവൾ വിസമ്മതിച്ചു. ലൈംഗിക ബന്ധത്തിൽ പോലും തനിക്ക് തുല്യമായ സ്ഥാനം അല്ലെങ്കിൽ മുകളിൽ വരാനുള്ള അവകാശം വേണമെന്ന് അവൾ ആവശ്യപ്പെട്ടു. ആദമിത് നിഷേധിച്ചപ്പോൾ അവൾ ദൈവത്തിന്റെ ഒരു രഹസ്യനാമം ഉച്ചരിച്ച് പറന്നുയർന്ന് ഏദൻ തോട്ടം വിട്ട് ചങ്കടലിനടുത്തേക്ക് പോയി എന്നാണ് ആ കഥ. അപ്പോ അതൊരു കലഹത്തിന്റെയും വിട്ടുപോകലിന്റെയും കഥയാണ്. അതെ. ബൈബിളിൽ നമ്മൾ കാണുന്ന ഹവ്വയുടെ കഥയുമായി ഇതിനെ താരതമ്യം ചെയ്യുമ്പോൾ വലിയ വ്യത്യാസമുണ്ട്. കാരണം ഹവ്വയും ദൈവത്തെ അനുസരിക്കുന്നില്ല, പക്ഷേ അവൾ തോട്ടത്തിൽ തന്നെ നിൽക്കുന്നു. അനുസരണക്കേട് കാണിച്ചിട്ടും ബൈബിളിലെ കഥയിൽ ഹവ്വയുടെ സ്ഥാനം എന്താണ്? അതൊരു നിർണായകമായ പോയിന്റാണ്. ബൈബിൾ ഹവ്വയെ വിശേഷിപ്പിക്കുന്നത് ജീവനുള്ളവരുടെ എല്ലാം മാതാവ് എന്നാണ്. അവൾ തെറ്റ് ചെയ്തു, വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചു, ആദാമിനും കൊടുത്തു. ശരിയാണ്. ആ അനുസരണക്കേടിന് വലിയ പ്രത്യാഘാതങ്ങളുണ്ടായി. എന്നാൽ കഥ അവിടെ തീരുന്നില്ല. അവൾ ആ വീണ്ടെടുപ്പിന്റെ കഥയുടെ ഭാഗമായിട്ട് തുടർന്നു. ലിലിത്ത് പ്രശ്നങ്ങളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടുവെങ്കിൽ ഹവ്വ അതിന്റെ പ്രത്യാഘാതങ്ങളെ ആദാമിനൊപ്പം നേരിട്ടു. ശരിയാണ്. വേദനയും കഷ്ടപ്പാടും അനുഭവിച്ചു. പക്ഷെ അതിലൂടെയെല്ലാം മനുഷ്യരാശിക്കായുള്ള ദൈവത്തിന്റെ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായിട്ട് തീർന്നു. അതായത്, ഒന്ന് ബന്ധം മുറിച്ച് ഇറങ്ങിപ്പോകുന്നതിന്റെ മാതൃക, മറ്റൊന്ന് ആ തകർന്ന ബന്ധത്തിനുള്ളിൽ നിന്നുകൊണ്ട് അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുന്നതിന്റെ മാതൃക. കൃത്യമായി. നമ്മൾ പരിശോധിക്കുന്ന ഈ പഠനം ഊന്നൽ നൽകുന്നത് അവിടെയാണ്. അനുതാപത്തിലൂടെയും സഹനത്തിലൂടെയുമുള്ള വീണ്ടെടുപ്പിനാണ് ക്രിസ്തീയ ദൈവശാസ്ത്രം പ്രാധാന്യം നൽകുന്നത്. ഒളിച്ചോട്ടത്തിനല്ല. ദൈവം ആ തകർന്ന ബന്ധങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അതിനെ നന്നാക്കാനാണ് ശ്രമിക്കുന്നത്. ലിലിത്തിന്റെ കഥ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതിൻ്റേതാണെങ്കിൽ, ഹവ്വയുടെ ബൈബിൾ കഥ തെറ്റുകൾക്കു ശേഷവും ആ ബന്ധത്തിൽ നിലനിന്നുകൊണ്ട് ഒരു വീണ്ടെടുപ്പിനായി കാത്തിരിക്കുന്നതിൻ്റേതാണ്. ഇത് നമ്മളെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള 2 വ്യത്യസ്ത കാഴ്ചപ്പാടുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ടല്ലേ? കാരണം ആധുനിക സംസ്കാരത്തില്, പ്രത്യേകിച്ചും ഫെമിനിസ്റ്റ് ചിന്തകളിൽ, ലിലിത്ത് ഒരു ഹീറോവാണ്. സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ വേണ്ടി വ്യവസ്ഥകളെ ചോദ്യം ചെയ്തവൾ. അതെ. ഒരു വിമോചനത്തിന്റെ പ്രതീകം. എന്നാൽ ഈ പഠനം സ്വാതന്ത്ര്യത്തെ കാണുന്നത് മറ്റൊരു രീതിയിലാണല്ലോ. അതെ. ഇവിടെയാണ് ഈ ചർച്ച ഏറ്റവും ആധുനികമാകുന്നത്. ഈ പഠനം ലിലിത്ത് എന്തുകൊണ്ടാണ് ഇന്നിത്രയധികം ആഘോഷിക്കപ്പെടുന്നത് എന്ന് അംഗീകരിക്കുന്നുണ്ട്. സ്വന്തം വ്യക്തിത്വം അടിച്ചമർത്തപ്പെടുന്നു എന്ന് തോന്നുന്ന ഏതൊരാൾക്കും എനിക്കിതിന് കഴിയില്ല എന്ന് പറഞ്ഞിറങ്ങിപ്പോകുന്ന ലിലിത്ത് ഒരു പ്രചോദനമാണ്. ശരിയാണ്. ഒരു സെൽഫ് ഡിറ്റർമിനേഷന്റെ പ്രഖ്യാപനം. അതെ. എന്നാൽ ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന സ്വാതന്ത്ര്യം അതല്ല എന്നാണോ ഈ പഠനം വാദിക്കുന്നത്? അതെ. ഈ ക്രിസ്തീയ കാഴ്ചപ്പാടിൽ സ്വാതന്ത്ര്യമെന്നത് പ്രയാസങ്ങളിൽ നിന്നും ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറാനുള്ള ഒരു കഴിവല്ല, മറിച്ച് ദൈവത്തിന്റെ പദ്ധതിക്കുള്ളിൽ വിശ്വസ്തയോടെ നിലനിൽക്കാനുള്ള മനസ്സാണ്. അതെത്ര വിലയേറിയതാണെങ്കിലും എത്ര കഠിനമാണെങ്കിലും. ഓക്കേ. ഇവിടെ സ്വാതന്ത്ര്യമെന്നത് എല്ലാ ബന്ധനങ്ങളിൽ നിന്നുമുള്ള മോചനമല്ല, മറിച്ച് ശരിയായ ഒന്നിന് സ്വയം സമർപ്പിക്കുന്നതാണ്. ആ സമർപ്പണം നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെപ്പോലും അർത്ഥമുള്ളതാക്കി ഒരു വിശുദ്ധീകരണത്തിനുള്ള മാർഗമാക്കി മാറ്റുന്നു എന്നാണ് ഈ രേഖ പറയുന്നത്. ഇത് അടിസ്ഥാനപരമായി 2 ലോകവീക്ഷണങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ്. ഒന്ന് പറയുന്നു, എനിക്ക് വേണ്ടത് ഞാൻ ചെയ്യും, എന്റെ വഴിയാണ് ശരി എന്ന്. മറ്റൊന്ന് പറയുന്നു, എന്നേക്കാൾ വലിയൊരു പദ്ധതിയുടെ ഭാഗമാണ് ഞാൻ, അതിന് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന്. തീർച്ചയായും. ഒന്ന് വ്യക്തിയുടെ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകുമ്പോൾ, മറ്റൊന്ന് ഒരു സമൂഹത്തിന്റെയോ അല്ലെങ്കിൽ ദൈവിക പദ്ധതിയുടെയോ ഭാഗമായി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിലെ സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകുന്നു. അതുകൊണ്ടായിരിക്കാം ആധുനിക ഫെമിനിസ്റ്റ് ചിന്തകളിൽ ലിലിത്ത് ഒരു ഐക്കണായി മാറിയത്. അതെ.
പുരുഷാധിപത്യപരമായ ഒരു ഘടനയെ ആദ്യമായി ചോദ്യം ചെയ്തവളായി അവൾ വ്യാഖ്യാനിക്കപ്പെടുന്നു. എന്നാൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ ദൈവശാസ്ത്ര കാഴ്ചപ്പാട് അതിനെ കാണുന്നത് ഒരു ഉത്തരവാദിത്തത്തിൽ നിന്നും ഒരു ഉടമ്പടി ബന്ധത്തിൽ നിന്നുമുള്ള ഒളിച്ചോട്ടമാണ്. അത് ഹവ്വയുടെ സഹനത്തെയും അതിജീവനത്തെയും കൂടുതൽ മഹനീയമായി കാണുന്നു. അപ്പൊ നമ്മൾ തുടങ്ങിയത് ആദാമിന് വേറെ ഭാര്യയുണ്ടായിരുന്നോ എന്നൊരു ലളിതമായ ചോദ്യത്തിൽ നിന്നാണ്. പക്ഷേ ഇപ്പോ മനസ്സിലാവുന്നത് അതല്ല യഥാർത്ഥ ചോദ്യം, മറിച്ച് സ്വാതന്ത്ര്യം, അതിജീവനം തുടങ്ങിയ വാക്കുകൾക്ക് എത്ര വ്യത്യസ്തമായ അർത്ഥങ്ങൾ കൊടുക്കാമെന്നതാണ്. ഈ വിവരങ്ങളെയെല്ലാം ഒന്ന് സംഗ്രഹിച്ചാൽ ഉൽപ്പത്തിയിലെ 2 സൃഷ്ടിവിവരണങ്ങളും പരസ്പരം പൂരിപ്പിക്കുന്നവയാണ്, വൈരുദ്ധ്യമുള്ളവയല്ല. അതെ, ലിലിത്ത് എന്ന കഥാപാത്രം ബൈബിളിൽ നിന്നല്ല, പുരാതന മെസൊപ്പൊട്ടേമിയൻ ഐതിഹ്യങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മധ്യകാലഘട്ടത്തിൽ രൂപപ്പെട്ട യഹൂദ നാടോടി കഥകളിൽ നിന്നാണ് വരുന്നത്. അതെ, അതും നമ്മൾ കണ്ടു. അതേസമയം ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്നത് ഹവ്വയുടെ കഥയാണ്. തെറ്റുകൾക്ക് ശേഷവും ദൈവത്തിന്റെ പദ്ധതിയിൽ നിലനിന്നുകൊണ്ട് സഹനത്തിലൂടെ വീണ്ടെടുപ്പിനായി കാത്തിരിക്കുന്ന ഒരു മാതൃക. സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ആധുനിക സങ്കല്പവും ദൈവത്തിന് കീഴടങ്ങലിലൂടെയുള്ള സ്വാതന്ത്ര്യവും എന്ന ദൈവശാസ്ത്രപരമായ കാഴ്ചപ്പാടും തമ്മിലുള്ള വ്യത്യാസവും വളരെ വ്യക്തമായി. ഒരേ സാഹചര്യത്തിൽ നിന്ന് വന്ന 2 സ്ത്രീകളുടെ കഥകൾ എങ്ങനെയാണ് 2 വ്യത്യസ്ത ലോകവീക്ഷണങ്ങളുടെ പ്രതീകങ്ങളായി മാറിയതെന്നത് ശരിക്കും അതിശയകരമാണ്. നിങ്ങൾ ചിന്തിക്കാൻ ഒരു ചോദ്യം കൂടി നൽകി നമുക്കിത് അവസാനിപ്പിക്കാം. ഒരു കഥാപാത്രം എങ്ങനെയാണ് വിമോചനത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും പ്രതീകമായി മാറുന്നത്, മറ്റൊരാൾ അനുസരണക്കേടിന്റെയും എന്നാൽ വീണ്ടെടുപ്പിന്റെയും പ്രതീകമായി നിലകൊള്ളുന്നത്? നമ്മുടെ സമൂഹം ആഘോഷിക്കുന്ന കഥകളും നായകന്മാരും യഥാർത്ഥത്തിൽ എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? ഇറങ്ങിപ്പോകുന്നതിലെ ധൈര്യത്തെയാണോ അതോ തകർന്നെടുത്തുനിന്ന് പടുത്തുയർത്തുന്നതിലെ സഹനത്തെയാണോ നമ്മൾ ഇന്ന് യഥാർത്ഥ ശക്തിയായി കാണുന്നത്?